വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. ഒരുപാട് കുഴയ്ക്കുന്ന ഫോമുലയാണ് പ്രോഫിറ്റും ലോസും. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ ഈസിയാണ്. നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് പ്രോഫിറ്റ് നോക്കാം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. അതായത് ലാഭം എന്ന് പറയുന്നത് വിറ്റ വില മൈനസ് വാങ്ങിയ വില. ലോസ് എന്ന് പറയുന്നത് തിരിച്ചാണ്, കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. ഇത് രണ്ടും നന്നായിട്ട് ഓർത്തിരിക്കുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ബാക്കിയുള്ളത് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. കോസ്റ്റ് പ്രൈസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം സെല്ലിംഗ് പ്രൈസ് ഇവിടെ പ്ലസ് അല്ലേ, ഇപ്പഴത്തോട്ട് വരുമ്പോൾ മൈനസ് ആവില്ല, മൈനസ് പ്രോഫിറ്റ്. അല്ലെങ്കിൽ നമുക്ക് ലോസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് പ്ലസ് നിങ്ങൾ കോസ്റ്റ് പ്രൈസ് കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് തന്നെ സെല്ലിംഗ് പ്രൈസ്, പ്രോഫിറ്റിന്റെ ഇക്വേഷനിൽ നിന്നും ലോസിന്റെ ഇക്വേഷനിൽ നിന്നും തന്നെ നമുക്ക് സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാണെന്ന് നോക്കാം. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ്. അടുത്തത് നമ്മൾ ലോസിനെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് മൈനസ് ലോസ് ആണ്. സുഖമുണ്ടല്ലോ. അപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ പ്രോഫിറ്റും ലോസും അറിഞ്ഞിരുന്ന നമുക്ക് ഇതിൽ നിന്ന് തന്നെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ലോസ് പെർസെൻറ്റേജും കണ്ടുപിടിക്കാം. ആദ്യം പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ കോസ്റ്റ് പ്രൈസ്. അടുത്ത ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ലോസ് ഇൻറ്റു 100 ബൈ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.